ഹലോ, എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് വന്നേക്കുന്നത് നല്ല സ്പൈസി ആയിട്ടുള്ള മാങ്ങാച്ചാറുമായിട്ടാണേ. ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ഒരു അച്ചാർ മാത്രം മതിയാകും. അപ്പോൾ ഈ അച്ചാർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 2 വലിയ മാങ്ങയാണ്, അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങ ഞാൻ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിലോട്ട് ഉപ്പൊന്ന് വിരവി ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. അപ്പം ഞാൻ ഇതിൽ നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തില്ല, ഞാനൊരു വലിയ പാത്രത്തിലോട്ട് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ മാങ്ങ ഈ വലിയ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഉപ്പിട്ടൊന്ന് വിരവാണ്. അപ്പം ഞാൻ ഈ മാങ്ങയിൽ ഇടാൻ ആവശ്യത്തിനുള്ള ഉപ്പ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി ഈ മാങ്ങയിലോട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു സ്പൂൺ വെച്ച്, ഇത് ടീസ്പൂണാണ്, ഈ ഒരു സ്പൂൺ വെച്ചിട്ട് ഒരു 1.5 ടീസ്പൂൺ ഉപ്പാണ് ഈ മാങ്ങയിലോട്ട് ചേർക്കുന്നത്. അപ്പം നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം അതൊക്കെ കണ്ടില്ലേ, നല്ലപോലെ ഞാൻ ഈ മാങ്ങ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം. ഇനി ഇത് ഒരു അരമണിക്കൂർ ഒന്ന് കഴിഞ്ഞ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ ഇവിടെ ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉപ്പൊക്കെ ഇതിൽ പിടിച്ചതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിൽ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്, ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൊടിയാണ് ഞാൻ എടുത്തേക്കുന്നത്. എരിവുള്ള മുളക് പൊടിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുത്താൽ മതിയാവും. പിന്നെ ഞാൻ എടുത്തേക്കുന്നത് 1/2 ടീസ്പൂൺ ഉലുവയും 1.5 ടീസ്പൂൺ കടുകും കൂടി ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുത്തതാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഞാനൊരു 10 വെളുത്തുള്ളി നീളത്തിന് കീറിയെടുത്തതാണ്. ഇനി വേണ്ടത് വിനാഗിരിയാണ്. നമുക്കിതിന് ആവശ്യത്തിനുള്ള വിനാഗിരി വേണം. പിന്നെ വേണ്ടത് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ. അപ്പം നമുക്ക് എങ്ങനെയാണ് മാങ്ങാച്ചാർ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ഞാൻ ഒരു ചട്ടി അടുപ്പി വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ആ ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിത് കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഈ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിൽ കടുകിട്ട് പൊട്ടിക്കണം. അപ്പോൾ ഇവിടെ എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാനിനി കടുകിട്ട് കൊടുക്കുകയാണ്. ഒരു 1/2 ടേബിൾ സ്പൂൺ കടുകാണ് ഞാനിതിലിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി കടുകൊന്ന് പൊട്ടി വരണം. അപ്പം നമ്മുടെ കടുകൊക്കെ ഇതാ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. തീ ഞാനിപ്പോൾ മീഡിയം ഫ്ലെയിമിലാണ് വച്ചേക്കുന്നത്. അപ്പം നമ്മുടെ കടുകെല്ലാം കംപ്ലീറ്റ് ആയിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമുക്കിനി നേരത്തെ നമ്മൾ നീളത്തിന് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി ഒന്ന് ഇതിൻ്റെ കളറൊന്ന് മാറി വരണം. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലാക്കി വയ്ക്കണം. ഇനി ഇതിലോട്ട് ഞാൻ നേരത്തെ നമ്മൾ എടുത്ത് വെച്ച കറിവേപ്പില ഇട്ട് കൊടുക്കുവാണ്. കറിവേപ്പിലയൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇനി ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുവാണ്. അപ്പം അതിട്ട് നല്ലപോലെ ഒന്ന് നമുക്ക് ഇളക്കാം. ഈ എണ്ണയുടെ ചൂടി കിടന്ന് മുളക് പൊടി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് കായപ്പൊടി, ഞാൻ 1 ടീസ്പൂൺ കായപ്പൊടിയാണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്.
അപ്പോൾ കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കായപ്പൊടി ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച കടുകും ഉലുവയും കൂടെ പൊടിച്ച പൊടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടിയൊക്കെ നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മാങ്ങ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. മാങ്ങ കഷ്ണം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഈ മസാലയൊക്കെ ഇതിൽ നല്ലപോലെ പിടിക്കണം. ഇനി ഈ ഒരു സമയത്താണ് നിങ്ങൾ പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കേണ്ടത്. ഉപ്പ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് ഈ സമയത്തൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഇനി ഈ അച്ചാർ നിങ്ങൾക്ക് പെട്ടെന്ന് തീരുന്നതാണെങ്കിൽ നിങ്ങളിതിൽ വിനാഗിരി ചേർക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് കൂടുതൽ നാളിരിക്കണമെങ്കിൽ കേടുകൂടാതിരിക്കാൻ നമുക്ക് ഇതിൽ ഒരു ടേബിൾ സ്പൂണ് വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാനിതിൽ 1 ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വിനാഗിരി ചേർത്ത ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ അച്ചാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് ഒരു ചില്ല് കുപ്പിയിൽ സൂക്ഷിക്കാം. ഇത് തണുത്ത് വന്നിട്ട് വേണം കുപ്പിയിലോട്ട് മാറ്റാൻ. ചൂടോടെ മാറ്റരുത്. എന്നാൽ ചൂടോടെ കുപ്പിയിൽ അടച്ച് വയ്ക്കുകയാണെങ്കിൽ അതിൻ്റെ ഈർപ്പ വെള്ളം ഉണ്ടല്ലോ അത് തട്ടിയിട്ട് അച്ചാർ പെട്ടെന്ന് ചീത്തയായി പോവും. അപ്പോൾ തണുത്തിട്ട് കുപ്പിയിലാക്കാൻ മറക്കല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ റെഡിയാക്കിയെടുത്ത ഈ മാങ്ങ അച്ചാർ ഞാനൊരു ചില്ല് ബോട്ടിലോട്ട് മാറ്റുവാണേ. തണുത്ത ശേഷമാണ് ഞാൻ ബോട്ടിലോട്ട് മാറ്റുന്നത്. അപ്പോൾ നല്ല ഈ സ്പൈസി ആയിട്ടുള്ള മാങ്ങ അച്ചാർ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റാണ്. ശരിക്കും ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് ഈ ഒരു മാങ്ങ അച്ചാർ മാത്രം മതിയാകും.